എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം. സ്മാർട്ട് സിറ്റി റോഡുകൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട റോഡുകളാണ്. അതിൽ കുറേയേറെ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള KRFB, കേരള റോഡ് ഫണ്ട് ബോർഡാണ് അതിന്റെ പ്രവർത്തനം നടത്തുന്നത്. തുടക്കത്തിൽ എല്ലാ റോഡും ഒരു കേന്ദ്രത്തിനായിരുന്നു ടെൻഡർ കിട്ടി അതിന്റെ പ്രവർത്തനം നടത്തിയത്. അതിന്റെ വലിയ പ്രയാസം നമ്മൾ അനുഭവിച്ച, സമയബന്ധിതമായി അതിന്റെ പ്രവൃത്തികൾ നടത്തിയില്ലെന്ന് മാത്രമല്ല, വലിയ നിലയിലുള്ള അലസത അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കർക്കശമായ നിലപാട് സ്വീകരിച്ച് അവരെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. പൊതുവെ ചർച്ച ചെയ്തത് എല്ലാം കൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിന് പ്രവൃത്തി കൊടുക്കുന്ന രീതി ദോഷമാണ് ചെയ്യുക. വിവിധ റോഡുകളെ മുറിച്ച് കരാറ് നൽകുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. എതിർപ്പിന് പല മറ്റു താല്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ടാകും. ചിലരുടെ പ്രയാസം നോക്കി തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യം, ജനങ്ങളുടെ പ്രശ്നമാണല്ലോ വലുത്. അതുകൊണ്ട് മുറിച്ച് നൽകണം, വിവിധ റോഡുകൾ മുറിച്ച് നൽകണം, ഇല്ലാതെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്ന് കണ്ടുകൊണ്ട് പഴയ കേന്ദ്രത്തെ ടെർമിനേറ്റ് ചെയ്യുകയും വിവിധ റോഡുകൾ മുറിച്ചു നൽകുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാനവീയം വീതി, കലാഭവമണി റോഡുകൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചത്. ഇതൊക്കെ കൂടി ഒരു ടെൻഡർ ആയിരുന്നെങ്കിൽ അതിപ്പോഴും തുറന്നു പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു. വേറെയും പല റോഡുകളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പോൾ KRFBയുടെ കീഴിൽ 38 റോഡുകളിൽ പ്രവൃത്തി നടന്നു വരുന്നുണ്ട്. അല്ലാത്ത വേറെ കുറെ റോഡുകൾ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുമുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ആൽത്തറ ചെന്തിട്ട റോഡ് ഈ നഗരഹൃദയത്തിലുള്ള ഒരുപാട് പ്രാധാന്യമുള്ള, ഒരുപാട് പേർ ദൈനംദിനം ആശ്രയിക്കുന്ന റോഡാണ്. ഇപ്പോൾ ഇതിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇതിന് വലിയ നിലയിൽ തുക ചെലവഴിച്ചുകൊണ്ടുള്ള റോഡാണ്. ഇത് BMNBC നിലവാരത്തിലേക്ക് ഈ റോഡിന്റെ പ്രവൃത്തി മാറ്റി സ്മാർട്ട് റോഡാക്കാൻ വേണ്ടി പോവുകയാണ്. സ്മാർട്ട് റോഡാക്കുക എന്ന് പറയുമ്പോൾ സൈക്കിൾ ട്രാക്കും നടപ്പാതയും ഒക്കെയുള്ള മനോഹരമായ നിലയിലേക്ക് ഈ റോഡിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിന്റെ ഒരു റോഡിന്റെ ഒരു സ്ഥിതി. ഈ റോഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ, സന്തോഷകരമായ ഒരു സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിലയിലേക്ക് റോഡിനെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡക്റ്റ്, അതിന്റെ മറ്റു വർക്കുകൾ നടക്കുന്നു. അത് കഴിഞ്ഞാൽ റോഡ് പ്രവൃത്തി, BMNBC റോഡ് പ്രവൃത്തി നടക്കും. എല്ലാ നിലയിലും ഇത് മനോഹരമായ റോഡാക്കി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു സമയം നൽകിയിട്ടുണ്ട്. ആ നിശ്ചിത സമയത്തേക്കാൾ നേരത്തെ ഈ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും എന്നാണ് ഇപ്പൊ തുടർച്ചയായ റിവ്യൂവിന്റെ ഭാഗമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. മെയ് മാസം അവസാനമായിരുന്നു ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട നിശ്ചയിക്കപ്പെട്ട സമയം. എന്നാൽ അതിന്റെ ഏകദേശം 2 മാസം മുമ്പ് തന്നെ, ഏപ്രിൽ മാസം തുടക്കത്തിൽ തന്നെ ഈ റോഡ്
തുറന്ന് പ്രവർത്തിപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി തുടർച്ചയായി എല്ലാ ആഴ്ചയും ഇതിന്റെ റിവ്യൂ നടക്കുന്നുണ്ട്, സ്ഥലപരിശോധനകൾ നടത്തുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല കൊടുത്ത് അവർ ഫീൽഡിൽ തന്നെയുണ്ട്. പുറമെ ഞങ്ങളും ഇടയ്ക്കിടെ വിവിധ റോഡ് പ്രവൃത്തികൾ വന്ന് പരിശോധിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഈ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും. മറ്റു റോഡുകളുടെയും പ്രവൃത്തികൾ ഇതുപോലെ തുടർച്ചയായ പരിശോധന നടത്തി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ ദീർഘകാലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇത്തരം റോഡുകൾ വരുന്നതോടുകൂടി സാധിക്കും. ആ പ്രശ്നം തുടക്കത്തിലെ നമുക്ക് പരിഹരിക്കാനാകും. അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഈ റോഡുകളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഒട്ടേറെ കഠിന പ്രയത്നവും ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇത് കടന്നുപോയത്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ പ്രതിസന്ധികളെയൊക്കെ മുറിച്ചു കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ പ്രവർത്തികൾ നടക്കുന്നത്. അത് പൂർത്തീകരിക്കാനാകും എന്നാണ്, ഒരു ടീം വർക്കാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതൊരു പ്രധാന വിഷയമാണ്. ജനങ്ങൾക്ക് അതിന്റെ പ്രയാസം വരുന്നുണ്ട്. പക്ഷെ റോഡ് പ്രവൃത്തി നടത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഈ റോഡുകളൊക്കെ പ്രവൃത്തി നടത്തേണ്ടതാണ്, എല്ലാവർക്കും അറിയാം. റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു, നമുക്കറിയാം, നേരത്തെയുള്ള വിഷയങ്ങൾ. അതിനെ പരിഹരിച്ചുകൊണ്ട് ഈ റോഡുകൾ കരാറുകാരെ ടെർമിനേറ്റ് ചെയ്തു, മുറിച്ചു നൽകി. അങ്ങനെ മുറിച്ചു നൽകിയില്ലെങ്കിൽ ഇപ്പൊ മാനവീയം വീതിയും കലാഭവൻ റോഡും പൂർത്തീകരിക്കാനായില്ല. ഈ റോഡും ഇപ്പൊ എനിക്കിങ്ങനെ ഇവിടെ നിന്ന് നിങ്ങളോട് ഏപ്രിൽ മാസം ഇത് തുറന്ന് പ്രവർത്തിക്കാനാകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കർക്കശ നിലപാടെടുത്തുകൊണ്ട് കാണും. ഇപ്പോഴുള്ള പ്രശ്നം റോഡിന്റെ പ്രവൃത്തി നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ പ്രവൃത്തി നടക്കാതെ തന്നെ റോഡിന്റെ പ്രശ്നങ്ങളായിരുന്നു. പ്രവൃത്തി എന്തായാലും നടക്കണമല്ലോ. പ്രവൃത്തി നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാവും, യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് പരിഹരിച്ച് ദീർഘകാലത്തേക്ക്, നമുക്ക് ഈ റോഡിന്റെ പ്രവൃത്തി കഴിഞ്ഞാൽ ഒരു 5-8 വർഷത്തേക്ക് ഒന്നും പേടിക്കാനില്ല. നല്ല ഡിസൈൻഡ് റോഡായി നഗരത്തിലെ റോഡുകൾ മാറുകയാണ്. അപ്പൊ ഈ ഒരു 2-3 മാസം ഇതിന്റെ കുറച്ച് പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ ഈ റോഡുകളിലെ പലതിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും. Thank you.